നമസ്കാരം, ഞാൻ ഡോക്ടർ രാഖി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേനൽക്കാല രോഗങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ സമ്മറിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി അടുത്ത 2 മാസവും കടുത്ത ചൂടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വേനൽക്കാല രോഗങ്ങളെ നമുക്ക് വേണമെങ്കിൽ 2ആയിട്ട് തിരിക്കാം. ഒന്ന്, ഈ സൂര്യപ്രകാശമേറ്റ് അതിൻ്റെ ചൂട് കൂടുന്നത് കാരണം നമ്മുടെ ശരീരത്തിന് ഡയറക്റ്റ്ലി ഉണ്ടാകുന്ന ചേഞ്ചസ്, അതൊരെണ്ണം. പിന്നെ ഉള്ളത് ഇത് കാരണം ഉണ്ടാകുന്ന, അതായത് ഈ സമയത്ത് വേനൽക്കാലത്ത് ഉണ്ടാകുന്ന മറ്റ് സാംക്രമിക രോഗങ്ങൾ, അതായത് ഒരു മനുഷ്യനിൽ നിന്നും മറ്റൊരു മനുഷ്യനിലേക്ക് പകരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അങ്ങനെ 2ആയിട്ട് നമുക്ക് തിരിക്കാം. അതിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നമുക്ക് ഡയറക്റ്റ് ഈ സൂര്യപ്രകാശം കൊള്ളുന്നത് കൊണ്ടും അതൊക്കെ കൊണ്ടുണ്ടാവുന്ന അസ്വസ്ഥതകളെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനവും ഏറ്റവും ഡേഞ്ചറസും എന്ന് പറയുന്നത് ഹീറ്റ് സ്ട്രോക്ക് ആണ്, അഥവാ സൂര്യാഘാതം. അപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് നമുക്കറിയാം, നമുക്കത് വരുന്നത് നമ്മൾ കൂടുതൽ നേരം ഡയറക്റ്റ് വെയിലടിക്കുന്ന രീതിയിൽ നമ്മൾ പുറത്ത് എന്തെങ്കിലും ജോലി ചെയ്യുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് സൂര്യാഘാതം വരാനുള്ള സാധ്യത കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള പണികൾ കഴിയുന്നതും ഒഴിവാക്കുക. ഇനി പുറത്തിറങ്ങി നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നാണെങ്കിൽ, എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും കുട പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, എന്താണ് ഈ ഹീറ്റ് സ്ട്രോക്ക്, നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് വരുന്നത്, അത് നമുക്ക് നോക്കാം. അപ്പോൾ സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് ഈ വെയിലത്ത് നിൽക്കുന്ന സമയത്തായിരിക്കും നമുക്ക് പെട്ടെന്ന് തലകറക്കം തോന്നുക, അല്ലെങ്കിൽ തലവേദനിക്കുക, അല്ലെങ്കിൽ ശരീരത്തിന് വല്ലാത്ത തളർച്ച തോന്നുക. ഇതെല്ലാം സൂര്യാഘാതത്തിൻ്റെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങളാണ്. അത് കണ്ട ഉടനെ തന്നെ നമ്മൾ വെയിലത്ത് നിന്ന് മാറി നിൽക്കേണ്ടതാണ്. വെയിലത്ത് നിന്ന് മാറി റെസ്റ്റ് എടുത്ത് വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വൈദ്യസഹായം തേടുക. ഇതെല്ലാം ചെയ്യേണ്ടതാണ്. കാരണം ഇത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, കൃത്യമായിട്ടിത് ഇടപെട്ടില്ലെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് കാരണം പിന്നെ അത് അടുത്ത് രോഗിക്ക് ബോധക്ഷയം വരാം. അതിൻ്റെ കൂടെ അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവാം, ഓർഗൻ ഫെയിലിയറിലേക്ക് പോവാം. അങ്ങനെ ഫൈനലി മരണം വരെ സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് 11 മണിക്കും, രാവിലെ 11 മണിക്കും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് കഴിയുന്നതും വെയിൽ നേരിട്ട് കൊള്ളുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ അഥവാ കൊള്ളേണ്ടി വരുന്നുണ്ടെങ്കിൽ വെള്ളം ധാരാളം കുടിക്കുക. വെള്ളം മാത്രമല്ല, ഈ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ഉള്ള ORS പോലുള്ള ലായനികളൊക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ജ്യൂസസ് ഒക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും. ഈ വേനൽക്കാലത്ത് നമുക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു അസ്വസ്ഥതയാണ് ഡീഹൈഡ്രേഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം, അതായത് ശരീരത്തിലുള്ള വെള്ളവും ലവണങ്ങളും വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥ. അപ്പോൾ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് വെള്ളം ധാരാളം കുടിക്കുക. പിന്നെ നമുക്ക് അല്ലാതെ തന്നെ നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന പാനീയങ്ങളുണ്ട്, ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന പാനീയങ്ങൾ. അതിൽ മദ്യം, ചായ, കോഫി ഇതൊക്കെ പെടും. അപ്പോൾ ഇതെല്ലാം കഴിയുന്നതും വേനൽക്കാലത്ത് ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ORS ലായനിയും ഫ്രൂട്ട് ജ്യൂസസ് അതെല്ലാം കുടിക്കുന്നത് നല്ലതായിരിക്കും. ചൂട് കാരണം ചിലർക്ക് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ മുഖക്കുരുവൊക്കെ വരാറുള്ള ആൾക്കാരാണെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ കൂടുതൽ ചൂടും പൊടിയും ഒക്കെ അടിക്കുമ്പോഴത്തേക്കും മുഖം കൂടുതൽ ഓയിലി ആവുകയും അങ്ങനെ മുഖക്കുരു കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ റാഷസ് വരിക, ചൂടുകുരു എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ചൂടുകുരു വരിക, അതിൽ ചൊറിച്ചിൽ വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ സമയത്ത് കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസും ഈ സമയത്ത് കൂടുന്നു. അപ്പോൾ അതിനെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഴിയുന്നതും കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഇതിനെയൊക്കെ ഒരു പരിധിവരെ തടയും. പിന്നെ കൃത്യസമയത്ത് നമ്മൾ ശരീരം നല്ല വൃത്തിയായി സൂക്ഷിക്കുക,
കുളിക്കുകയും അങ്ങനെയൊക്കെ കൃത്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ കുറയും. ഇനി ഈ ചൂട് കൂടുതൽ കൊണ്ട് നമുക്ക് വരുന്ന മറ്റു ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് പറയുന്നത്, മറ്റ് അസുഖങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേനൽക്കാലത്ത് വരുന്നതാണ് ഫുഡ് പോയ്സണിങ് അഥവാ ഭക്ഷ്യ വിഷബാധ. അപ്പോൾ എന്തുകൊണ്ടാണ് ഫുഡ് പോയ്സണിങ് വരുന്നത് സമ്മർ ടൈമിൽ? നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുന്നു. അപ്പോൾ ചൂട് കൂടുമ്പോഴത്തേക്കും ഫുഡ് പലതും പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ ഈ കേടായ ഫുഡ് നമ്മൾ കേടായി എന്നറിയാതെ നമ്മൾ കഴിക്കും. അപ്പോൾ ഇങ്ങനെയാണ് മിക്കപ്പോഴും ഫുഡ് പോയ്സണിങ് വരുന്നത്. പിന്നെ ഒന്ന്, വെള്ളത്തിൻ്റെ ലഭ്യത കുറയും. വേനൽക്കാലത്ത് വെള്ളം നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല അത്രയും നല്ലോണം. അപ്പോൾ ആ ലഭ്യത കുറയുമ്പോഴത്തേക്കും ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ ലഭ്യതയും കുറയും. ശുദ്ധജലത്തിൻ്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലതല്ലാത്ത വെള്ളം കൊണ്ട് ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർ അങ്ങനെ കുക്ക് ചെയ്യുകയും അപ്പോൾ ആ ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴത്തേനും നമുക്ക് ഫുഡ് പോയ്സണിങ് ഉണ്ടാവുകയും ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് ഫുഡ് പോയ്സണിങ് എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിയുന്നതും ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കുക. നമ്മൾ കുറച്ച് നേരം വെച്ചിരുന്നാൽ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് കേടായി പോകും. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. നല്ലോണം കുക്ക് ചെയ്ത ഫുഡ് കഴിക്കുക. പിന്നെ വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ. അങ്ങനെ തന്നെ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. വേനൽക്കാലത്ത് കൂടുതലായിട്ട് കാണുന്ന വൈറസ് രോഗങ്ങളുണ്ട്. അതൊക്കെയാണ് മീസിൽസ്, മംസ്, ചിക്കൻ ബോക്സ് എന്നിവയാണ്. അപ്പോൾ അതിൽ മീസിൽസിനെയും മംസിനെയും നമുക്ക് MMR വാക്സിൻ വഴി പ്രതിരോധിക്കാൻ കഴിയും. ആ വാക്സിൻ എടുക്കുകയാണെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, അതിൽ മീസിൽസിന് സാധാരണ പനി ഉണ്ടാവും. പനി, തൊണ്ടവേദന, ചെറിയ ജലദോഷം, പിന്നെ അതിൻ്റെ കൂടെ ശരീരത്തിലൊക്കെ റാഷസ് ഉണ്ടാവും. അതാണ് മീസിൽസിൻ്റെ ലക്ഷണം. ഇതും പെട്ടെന്ന് പകരുന്ന അസുഖമാണ്. വൈറസ് ഡിസീസ് ആയത് കാരണം തന്നെ പെട്ടെന്ന് പകരുന്ന അസുഖമാണ്. അപ്പോൾ അതിനെ എപ്പോഴും കൃത്യമായിട്ട് വാക്സിനേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ റിസ്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ മംസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മംസിലും ഇതുപോലെ പനി ഉണ്ടാവും, തൊണ്ടവേദനയൊക്കെ ഉണ്ടാവും, ചുമയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഭാഗത്ത് ചെവിയുടെ മുന്നിലുള്ള സലൈവറി ഗ്ലാൻഡ് ഇൻഫ്ലെയിംഡ് ആയിട്ട്, അതായത് അതിൽ നീര് വരികയും കടുത്ത വേദന വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതും മീസിൽസും നമുക്ക് MMR വാക്സിൻ വഴി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചിക്കൻ ബോക്സ് ആണ് വേനൽക്കാലത്ത് കൂടുതൽ കാണുന്ന മറ്റൊരു അസുഖം. ചിക്കൻ ബോക്സും നമുക്കറിയാം ഒരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. അതിൽ ഈ പനി, തലവേദന, ക്ഷീണം അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കാണുന്നത് ഈ വെള്ളം അകത്തുള്ള കുമിളകളായിട്ട് ശരീരത്തിൽ കാണും, നീർത്തുള്ളി പോലെ. അതിൽ നല്ല ചൊറിച്ചിലുണ്ടാവും ശരീരത്തിൽ. അപ്പോൾ അതാണ് ചിക്കൻ ബോക്സിൽ കാണുന്നത്. ചിക്കൻ ബോക്സിനാണെങ്കിലും വാക്സിൻ അവൈലബിൾ ആണ്. അപ്പോൾ വാക്സിൻ എടുത്താൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ അത് ഉള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് വരാതെ നോക്കുക. ഇതൊക്കെയാണ് ചിക്കൻ ബോക്സ് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ സമയത്ത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖമാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്. സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, അതായത് കേടായിട്ടുള്ള ഫുഡിലെന്ന്, അതുപോലെ ശുദ്ധമല്ലാത്ത വെള്ളത്തിലെന്നൊക്കെയാണ് ഇത് പകരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഴിയുന്നതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുഡ് പോയ്സണിങ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഇതിനും ആപ്ലിക്കബിൾ ആണ്. നല്ല കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഇതുള്ളത് ടൈഫോയിഡിന് വാക്സിൻ ലഭ്യമാണ്. അപ്പോൾ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ടൈഫോയിഡ് വരില്ല. വേനൽക്കാലത്ത് നമ്മുടെ കണ്ണിനും പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും പലതാണ്. ഒന്ന്, ഈ ഡ്രൈ ഐസ് ഉണ്ടാവും കൂടുതലായിട്ട്. കാരണം നമുക്ക് ആ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ, നിർജ്ജലീകരണം വരുന്ന കാരണം ഡ്രൈ ഐസ് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ കൺജങ്ക്റ്റിവൈറ്റിസ്, ചെങ്കണ്ണ് എന്ന് നമ്മൾ പറയാറില്ലേ, അപ്പോൾ ചെങ്കണ്ണ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ചെങ്കണ്ണ് എന്നിട്ട് ഈ സമ്മർ ടൈമിൽ വന്നിട്ട് ഒത്തിരി പേർക്ക് ഇങ്ങനെ പകർന്ന് പോകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും പേഴ്സണൽ ഹൈജീൻ നല്ലോണം നോക്കുക, വ്യക്തി ശുചിത്വം അത് നല്ലോണം നോക്കുക. പിന്നെ
എപ്പോഴും നമ്മൾ മുഖത്തേക്ക് കൈ കൊണ്ടുപോകുന്നത് അവോയ്ഡ് ചെയ്യുക. ലൈക്ക് കണ്ണ് തിരുമുക അങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം വേറൊരാളുടെ വേറൊരാൾക്ക് ചെങ്കണ്ണുള്ള മറ്റൊരാളുടെ ആ കണ്ണിലെന്നുള്ള സ്രവത്തിലെന്നായിരിക്കും അത് ചിലപ്പോൾ ആ കൈവച്ച് പുള്ളി പിടിച്ച ഡെസ്കിലോ ടേബിളിലോ ഒക്കെ നമ്മൾ പിടിക്കുമ്പോഴായിരിക്കും നമ്മുടെ കയ്യിൽ ആ കീടാണു വരുന്നത്. അപ്പൊ എന്നിട്ട് നമ്മൾ കണ്ണിൽ തിരുമുമ്പോഴത്തേനും നമ്മുടെ കണ്ണിൽ കൺജങ്ക്റ്റിവിറ്റിസ് വരും. അങ്ങനെയാണ് അത് പകരാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക. അതുപോലെ കണ്ണിൽ അലർജി കാരണമുള്ള ചൊറിച്ചിലൊക്കെ കൂടുതലായിട്ട് ഈ സമയത്ത് കാണാറുണ്ട്. ഇതൊക്കെയാണ് വേനൽക്കാലത്ത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന അസുഖങ്ങൾ. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും നല്ല അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു വേനൽക്കാലം ആശംസിക്കുന്നു. താങ്ക് യു.